ഒന്നാമത്തേത് നമുക്കറിയാം, നമ്മൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഭക്ഷണത്തിൻ്റെ അടുത്ത് പോയി നമ്മൾ ഇരിക്കാറുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രാർത്ഥനയാണ്. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭമാണ് ഒരു ഇബാദത്തിൻ്റെ അവസാന സന്ദർഭങ്ങൾ. മാത്രമല്ല, നോമ്പുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ട ഹദീസിലുള്ളത് നോമ്പുകാരൻ്റെ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്നാണ്. രണ്ടാമത്തേത് നമുക്കറിയാം, ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മൾ വെള്ളം കുടിക്കേണ്ടതും ഭക്ഷണം കഴിക്കേണ്ടതും. മൂന്നാമത്തേത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നല്ല ഈത്തപ്പഴം കൊണ്ടായിരിക്കണം നമ്മൾ നോമ്പ് തുറക്കേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട ഒരു ചര്യയായിരുന്നു. നാലാമത്തേത്, വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ദാഹം ധാരാളം ഉണ്ടാകും. എന്നിരുന്നാലും വെള്ളം കുടിക്കുമ്പോൾ വളരെ സാവകാശത്തിൽ, ഏറ്റവും ചുരുങ്ങിയത് 3 തവണയായിക്കൊണ്ടെങ്കിലും ആയിരിക്കണം നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അഞ്ചാമതായി, പല ആളുകളും ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നവരും പലരും ഇടത് കൈകൊണ്ട് ഈത്തപ്പഴം അതേപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഇടത് കൈകൊണ്ട് കഴിക്കുന്നത് കാണാം. ചോറ് കഴിക്കുകയാണെങ്കിലോ അതല്ലെങ്കിൽ ചപ്പാത്തി അതേപോലെയുള്ളത് കഴിക്കുമ്പോൾ വലത് കൈ ഉപയോഗിക്കുന്ന ആളുകൾ പോലും, അതല്ലാത്ത ചെറിയ ചെറിയ പലഹാരങ്ങളോ ഈത്തപ്പഴമോ ഫ്രൂട്ട്സൊക്കെ ഇടത് കൈകൊണ്ട് പലരും കഴിക്കുന്നത് കാണാം. ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നതും കാണാം. ഭൂരിഭാഗം ആളുകളും വെള്ളം കുടിക്കുന്നിടത്താണ് ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നത്. അവർ പല ന്യായങ്ങളും പറയും. ഭക്ഷണം വലത് കൈകൊണ്ട് കഴിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാസ് എടുത്താൽ അത് ഗ്ലാസ്സിലാവുകയില്ലേ എന്നൊക്കെ പറയുന്ന സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ആറാമത്തത്, നമുക്കറിയാം, നമ്മൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലാണ് നോമ്പ് തുറക്കുന്നത്. പലപ്പോഴും ബാങ്കുമായി ബന്ധപ്പെട്ട സുന്നത്തുകളെല്ലാം തന്നെ നമ്മളെല്ലാവരും മറന്നു പോകാറുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏഴാമത്തെ വിഷയം, നോമ്പ് തുറക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന, അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള പൊതുവായ പ്രാർത്ഥന. ഇതും പലരും മറന്നു പോകുന്നതാണ്. ചില ആളുകൾ നോമ്പ് തുറക്കുമ്പോൾ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള പ്രാർത്ഥന ചൊല്ലും. പക്ഷേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ട പ്രാർത്ഥന വിട്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എട്ടാമത്തെ കാര്യം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന പോലെ തന്നെയാണ് ഹൈന യുഫ്തിറു, നോമ്പ് തുറന്നുകൊണ്ടിരിക്കെയുള്ള മറ്റു പ്രാർത്ഥനകൾ. നോമ്പ് തുറക്കുന്ന ആൾക്ക് ഇതിനെല്ലാം പുറമെയുള്ള മറ്റു പ്രാർത്ഥനകൾ, കാരണം ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ്. ഒമ്പതാമത്തത്, പലപ്പോഴും റമദാൻ മാസത്തിൽ ധാരാളം നോമ്പ് തുറകളുണ്ടാകും. മറ്റുള്ള ആളുകൾ നമ്മളെ നോമ്പ് തുറപ്പിക്കും. അങ്ങനെ നോമ്പ് തുറപ്പിക്കുമ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു സംഘത്തിൻ്റെ അടുത്ത് നോമ്പ് തുറക്കാൻ പോയാൽ നോമ്പ് തുറപ്പിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. പത്താമതായി പറയാനുള്ളത്, പലരും നോമ്പ് തുറക്കുന്ന തിരക്കിൽ, ഭക്ഷണം കഴിക്കുന്ന തിരക്കിൽ മറന്നു പോകുന്ന ഗൗരവമേറിയ ഒരു കാര്യം, മഗ്രിബ് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത് വാജിബാണ്, വളരെ നിർബന്ധമാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അത് സ്ഥിരപ്പെട്ട ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സമിഅ അൻ-നിദാഅ ഫലം യുജിബ്ഹു ഫലാ സ്വലാത ലഹു ഇല്ലാ മിൻ ഉദ്രിൻ. ബാങ്ക് വിളി കേട്ടിട്ടും പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കാത്തവന് നമസ്കാരമില്ല, ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ.